आज हम कबीरदास के दोहे पढ़ेंगे। कबीरदास का परिचय पिछले वीडियो में दिया है, इसलिए दोबारा न कहती. കഴിഞ്ഞ ക്ലാസ്സിൽ കബീർദാസിനെ പരിചയം ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇന്ന് നേരെ दोहेയിലേക്ക് പോവുകയാണ്. कबीर के 5 दोहे पढ़ने के लिए. दोहा किसे कहते हैं? दोहा എന്ന് പറഞ്ഞാൽ എന്താ? 2 पंक्तियों वाली कविता है दोहा. 2 വരികളുള്ള കവിതകളാണ്. पंक्ति में 2 ചരൺ होते हैं. ഓരോ പങ്ക്തിയിലും ഓരോ വരിയിലും 2 ചരണങ്ങളാണ് ഉള്ളത്. അതിന് നടുക്കൊരു കോമ ഇട്ടിട്ട് കാണാം. അങ്ങനെ 2 ചരണങ്ങളാണ് ഉള്ളത്. ഹർ ദോഹ അപ്പിനെ മേ പൂർണ്ണ ഹേ. ഓരോ ദോഹയും അതിൻ്റെ അർത്ഥം അതിൽ തന്നെ പൂർണ്ണമാണ്. അത് ഒന്ന് മറ്റതിനെ ആശ്രയിച്ചിട്ടല്ല, ഒന്നിൻ്റെ ബാക്കി തുടർച്ചയായിട്ട് അല്ല. ഓരോ ദോഹയും അതിൽ പൂർണ്ണമാണ്. പഹല ദോഹ देखिए. सद्गुरु की महिमा अनंत, अनंत किया उपकार, लोचन अनंत उघाड़िया, अनंत दिखावन हार. कबीरदास कहते हैं, क्या कहते हैं कबीरदास? सद्गुरु की महिमा अनंत. सद्गुरु നല്ല ഒരു ഗുരു. ഗുരു കി മഹിമ അനന്ത് ഹേ. അനന്ത് എന്ന് പറഞ്ഞാൽ അതിരില്ലാത്ത, അറ്റമില്ലാത്ത, സീമ ഇല്ലാത്ത, അസീം എന്ന് പറയാം. അസീം ഹേ. സദ്ഗുരു കി മഹിമ അസീം ഹേ. ലിമിറ്റ്ലെസ് ആണ്. എത്ര പറഞ്ഞു കഴിഞ്ഞാലും ഗുരുവിൻ്റെ മഹത്വം തീരുകയില്ല. അനന്ത് കിയ ഉപകാർ. ഉപകാർ ശബ്ദ കാ അർത്ഥ ഹേ ഉപകാർ, ഉപകാരം. അനന്ത് കിയ. അനന്ത് എന്ന് പറഞ്ഞാൽ നമ്പർലെസ്, എണ്ണമറ്റ, अनेक उपकार किया है. किसके लिए उपकार किया है? गुरु ने अपने शिष्यों के लिए अनेक उपकार किए हैं. लोचन अनंत उघाड़िया. उन्होंने क्या किया? लोचन. लोचन എന്ന് പറഞ്ഞാൽ ആങ്ക്, കണ്ണ്. അനന്ത് ഉഘാടിയ. ഉഘാടിന എന്ന് പറഞ്ഞാൽ ഖോൽന. ഖോൽ ദിയ, തുറന്നു കൊടുത്തു. ശിഷ്യന്മാരുടെ കണ്ണുകൾ തുറപ്പിച്ചു. ഉനോനെ ക്യാ കിയാ? गुरु ने अपने शिष्यों के ജ്ഞാനചക്ഷുവും കോ. ചക്ഷു എന്ന് പറഞ്ഞാൽ കണ്ണ് എന്ന് തന്നെയാണ്. ജ്ഞാനമാകുന്ന കണ്ണിനെ തുറപ്പിച്ചു. ജ്ഞാനചക്ഷുവും കോ ഖോൽ ദിയ ഔർ അനന്ത് ദിഖാവൺ ഹാർ. ഔർ അനന്ത് കോ. അനന്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈശ്വർ. ഈശ്വർ കോ ദിഖായ. ഈശ്വര സാക്ഷാത്കാർ കാ മാർഗ് ദിഖായ. ഇതാണ് ഇതിൻ്റെ ആശയം. इस दोहे में कबीरदास ने सद्गुरु की महिमा का वर्णन किया है. എന്തിനെക്കുറിച്ച് വർണ്ണിച്ചിരിക്കുന്നു? ഗുരുവിൻ്റെ മഹത്വത്തെയാണ്, നല്ലൊരു ഗുരുവിൻ്റെ മഹത്വത്തെയാണ് വർണ്ണിച്ചിരിക്കുന്നത്. ഈശ്വർ യാ പരമാത്മാ के बारे में ज्ञान बता देने वाले गुरु को कबीर ने श्रेष्ठ स्थान दिया है. ഈശ്വരനെ പറ്റി അല്ല പരമാത്മാവിനെ പറ്റി പറയുന്ന, ജ്ഞാനം കൊടുക്കുന്നതായ ഗുരു, ആ ഗുരുവിനെ കബീർദാസ് ഏറ്റവും ഉയർന്ന സ്ഥാനമാണ് നൽകിയിരിക്കുന്നത്. 2ാമത്തെ ദോഹ നോക്കാം. സാത് സമന്ത് കി മസി കരും, ലേഖനി സബ് ബൻരായ്, സബ് ധർത്തി കാഗദ് കരും, പ്രഭു ഗുൺ ലിഖ ന ജായ്. സാത് സമന്ത്. സമന്ത് ശബ്ദ കാ അർത്ഥ ഹേ സമുദ്ര. കബീർദാസിൻ്റെ ഭാഷ സദ്ദുക്കടി ഭാഷയാണ്. ഖടി ബോലി ഹിന്ദിയിൽ നമ്മൾ എന്ത് പറയുന്നു? സമുദ്ര എന്നാണ് പറയുന്നത്. സമുന്ദ് കി മസി കരും. മസി ശബ്ദ കാ അർത്ഥ ഹേ മലയാളത്തിൽ മഷി, ഹിന്ദിയിൽ സ്യാഹി എന്ന് പറയും. സാത് സമുദ്ര, 7 കടൽ. 7 കടലിനെ ജലത്തെയും എന്ത് ചെയ്യുകയാണ്? മസി കരും, മഷിയാക്കും ഞാൻ എന്ത് ചെയ്യുകയാണ്? ഇത്ര ഒരു കടലിലെ വെള്ളം മാത്രം പോരാ, 7 കടലിലെ വെള്ളം ഉപയോഗിച്ച് ഞാൻ മഷിയായി കരുതുകയും എന്നിട്ട് എന്ത് ചെയ്യും? ലേഖനി സബ് ബൻരായ്. ലേഖനി എന്ന് പറഞ്ഞാൽ കലം, പേന. സബ് ബൻരായ്. ബൻ എന്ന് പറഞ്ഞാൽ വനം എന്ന് തന്നെയാണ്. ബൻരായ് എന്ന് പറഞ്ഞാൽ ബഡാ വൃക്ഷ്, വലിയ വലിയ വൃക്ഷത്തെ ഞാൻ പേനയായിട്ട്, തൂലികയായിട്ട് കരുതുകയും ചെയ്യും.
സബ് ധർത്തി കാഗത് കരും. ഇസ് ധർത്തിക്കോ, ധർത്തി എന്ന് പറഞ്ഞാൽ ഭൂമി, ഈ ഭൂമിയെ ഞാൻ കാഗത്, കാഗത് എന്ന് പറഞ്ഞാൽ കടലാസ്, കടലാസായി കരുതുകയും, ഈ ഭൂമിയാണ് കടലാസ്, ഈ ഭൂമിയിൽ ആകുന്ന കടലാസിൽ വലിയ വൃക്ഷമാകുന്ന പേന ഉപയോഗിച്ചിട്ട് 7 കടലിലെ ജലമാകുന്ന മഷി ഉപയോഗിച്ചിട്ട് എന്തു ചെയ്യും? ഗുരുവിൻ്റെ ഗുണങ്ങളെ വർണ്ണിക്കും. प्रभु गुण लिखा न जाए, प्रभु के गुणों को लिखने की कोशिश करें तो वह कभी पूर्ण न होता. എത്ര എഴുതി കഴിഞ്ഞാലും വർണ്ണിച്ചു കഴിഞ്ഞാലും ഗുരുവിൻ്റെ മഹത്വം പൂർണ്ണമാവുകയില്ല. बड़े बड़े वन को लेखनी बनाकर और धरती को कागज बनाकर प्रभु के गुणों का वर्णन करें तो वह पूर्ण न होता. പ്രഭു കെ ഗുണ് വർണ്ണനാതീത് ഹേ. വർണ്ണനാതീത് എന്ന് പറഞ്ഞാൽ വർണ്ണിക്കുന്നതിനും അപ്പുറത്താണ്, വർണ്ണിച്ചാലും തീരുകയില്ല. ഇസ് ദോഹെ മേ കബീർദാസിനെ അസീം ഗുൺ പ്രഭു കെ ഗുണോം കാ വർണ്ണൻ കിയാ ഹെ. മൂന്നാമത്തെ ദോഹ നോക്കുക. ജാക്കെ മുഹ് മാഥാനഹിം നാഹി രൂപ് കുരൂപ് പുഹുപവാസ്തേ പാതര ഐസാ തത്വ അനൂപ്. കബീർദാസ് പറയുകയാണ്, കബീർദാസ് നിർഗുണ ഭക്തിശാഖയ്ക്ക് കവി ഹേ, നിർഗുണ ഭക്തിശാഖയിലെ കവിയാണ്. അതുകൊണ്ട് കബീർദാസിൻ്റെ ഈശ്വരൻ നിരാകാരാണ്, ആകാരമില്ലാത്ത ആളാണ്. അതുകൊണ്ട് തന്നെ ജാക്കെ മുഹ് മാഥാനഹിം, ജിസ്കെ മുഹ്, മുഹ് എന്ന് പറഞ്ഞാൽ വായ, ഔർ മാഥ എന്ന് പറഞ്ഞാൽ ഫോർഹെഡ്, നെറ്റി, ആർക്കാണോ വായയും മുഖവും ഇല്ലാത്തത്, और रूप कुरूप वो भी नहीं है, रूप नहीं है, സൗന്ദര്യ नहीं है, കുരൂപ് भी नहीं है. അങ്ങനെയുള്ള ഈശ്വരനാണ് കബീറിൻ്റെ ഈശ്വരൻ. പുഹുപവാസ് തേ പാത്ര ഐസ തത്വ അനൂപ്. പുഹുപവാസ്, വാസ് എന്ന് പറഞ്ഞാൽ സുഗന്ധ്, ഗന്ധ്. പുഹുപ്പന് വാസ് എന്ന് പറഞ്ഞാൽ ഫൂൽ കി ഗന്ധ്. സേ ബി, തേ എന്ന് പറഞ്ഞാൽ സേ, ഫൂൽ കി ഗന്ധ് സേ, ഫൂൽ കി സുഗന്ധ് സേ. പാത്തര എന്ന് പറഞ്ഞാൽ പത്തല, ലൈറ്റായിട്ടുള്ളതാണ്. പുഷ്പത്തിൻ്റെ സുഗന്ധത്തെക്കാളും ലൈറ്റായിട്ടുള്ളതാണ്, നേരിയതാണ്. ഐസ തത്വ അനൂപ് ഹേ, ഐസ അനുപം തത്വ ഹേ ഈശ്വർ യാ പരമാത്മാ. അപ്പോൾ കബീർദാസിൻ്റെ ഈശ്വരൻ നിരാകാരാണെന്ന് പറഞ്ഞു. അങ്ങനെ ആകൃതിയോ രൂപമോ സൗന്ദര്യമോ ഒന്നുമില്ലാത്തതും പുഷ്പത്തെക്കാളും പുഷ്പത്തിൻ്റെ സുഗന്ധത്തെക്കാളും ലൈറ്റായിട്ടുള്ളതും ആയ ഒരു അനുപം, ഉപമിക്കാൻ പറ്റാത്തതായ ഒരു സൂക്ഷ്മ തത്വമാണ് കബീറിൻ്റെ ഈശ്വരൻ. ഒരു ശക്തി മാത്രം, ഒരു ശക്തിയാണ്. इस दोहे में कबीरदास ने निराकार परब्रह्म का वर्णन किया है. ഈ ദോഹയിൽ നിരാകാരായുള്ള ആകാരമില്ലാത്തതായ പരബ്രഹ്മത്തെയാണ്, ഒരു ശക്തിയെയാണ് കബീർദാസ് വർണ്ണിച്ചിരിക്കുന്നത്. അടുത്ത ദോഹ നോക്കുക. സുഖിയ സബ് സംസാർ ഹേ ഖാവേ ഒരു സോവേ, ദുഃഖിയ ദാസ് കബീർ ഹേ ജാഗൈ ഒരു രോവേ. സുഖിയ എന്ന് പറഞ്ഞാൽ സുഖി ലോഗ്. സബ് സംസാർ, സംസാർ के सब लोग सुख से जीना चाहते हैं. खावे और अरु सोवे, खावे खाते हैं, अरु എന്ന് പറഞ്ഞാൽ और सोवे सोते हैं, अच्छी तरह खाते हैं और सोते हैं. सुखी लोग सुख सुविधा के साथ जीवन बिताना चाहते हैं. दुखी दास कबीर है. दुखिया अर्थ है दुखी है. कबीर दास दुखी हैं. दुखी लोग कैसे जीवन बिताते हैं? जागे अरु रोवे. दुखी लोग हमेशा ईश्वर का नाम जपते हुए जागते रहते हैं. ഈശ്വരൻ്റെ പേര് ജപിച്ചുകൊണ്ട്, ഈശ്വരനാമം ജപിച്ചുകൊണ്ട് ഉണർന്നിരിക്കുന്നു, ഉറങ്ങാതെ ഉണർന്നിരിക്കുന്നു. അതുപോലെ തന്നെ രോത്തേ രഹത്തേഹം, ഇങ്ങനെ ജപിച്ചുകൊണ്ടും കരഞ്ഞുകൊണ്ടും ദുഃഖിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ദുഃഖി ലോഗ് സുഖ സുവിധാക്കെ സാത്ത് ജീ നഹി സക്തേ. ഇങ്ങനെയുള്ള ദുഃഖിതനായ കബീർദാസിനെ പോലെയുള്ള ആളുകൾക്ക് സുഖസുവിധയോടുകൂടി, സുഖ സൗകര്യങ്ങളോടുകൂടി ജീവിക്കുവാൻ സാധിക്കുകയില്ല. ഇനി ഈ ദോഹയുടെ പ്രത്യേകതയാണ് അടുത്ത് പറയുന്നത്.
यहाँ कबीरदास ने समाज के सुखी और दुखी लोगों की ആദത്ത് കെ ബാരെ മേ ബത്തായ ഹെ. ഈ ലോകത്തിലുള്ള സുഖിയായിട്ടുള്ളതും ദുഃഖിതരായിട്ടുള്ള ആളുകളുടെ ശീലത്തെക്കുറിച്ച്, ഹാബിറ്റിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സാത്ത് ഹി അപ്പിനെ കോ ദുഃഖി ഔർ സംസാർ കോ സുഖി മാനത്തെ ഹും. ഒരുമിച്ച് ഒപ്പം തന്നെ ദുഃഖിതനായിട്ടും ഈ ലോകത്തെ സുഖിയായിട്ട്, സുഖത്തോടുകൂടി ജീവിക്കുന്നവരായിട്ട് ആണ് കരുതുന്നത്. അടുത്ത ദോഹ നോക്കുക. പ്രേം ന ഖേതൗ നീപചൈ പ്രേം ന ഹാട്ടി ബിക്കായി രാജാ പരജാ ജിസ് रुचै सिर दे सो ले जाई. इस दोहे में कबीरदास क्या कहते हैं? देखिए, प्रेम न खेतौ നീപജൈ. ഖേത്തൗ എന്ന് പറഞ്ഞാൽ ഖേത്തുമേ വയലിൽ. നീപജൈന എന്ന് പറഞ്ഞാൽ ഉപജിന, ഉത്പന്നമാവുക, ഉത്പാദിപ്പിക്കുക. പ്രേം ന എന്നർത്ഥം, ന എന്നുകൂടി ഉണ്ടല്ലോ. അപ്പം പ്രേം ഖേത്തോമേം ന ഉപജിതാഹേ. പ്രേം സ്നേഹം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പ്രേം എന്ന് പറഞ്ഞാൽ വയലിൽ ഉത്പാദിപ്പിക്കുന്നത് അല്ല. ന ഹാട്ടി ബിക്കായി. ന ഹാട്ടി എന്ന് പറഞ്ഞാൽ ബാസാർ, മാർക്കറ്റിൽ. ബിക്കായി, ബിക്കിന എന്ന് പറഞ്ഞാൽ വിൽക്കുക, വിൽക്കപ്പെടുന്നതുമല്ല. സ്നേഹമെന്നാൽ, പ്രേമമെന്നാൽ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്നതുമല്ല, ബാസാറിൽ വിൽക്കുന്നതുമല്ല. രാജ പരജ ജിസ് രുചൈ സിർ ദേ സോ ലേ ജായി. രാജ പരജ എന്ന് പറഞ്ഞാൽ പ്രജ. ജിസ് രുചിന എന്ന് പറഞ്ഞാൽ അച്ചാലഗിന, നല്ലതായി തോന്നുക. രാജ की आँखों में जो प्रजा अच्छी है उसके लिए सिर भी देने के लिए राजा तैयार हो जाते हैं. രാജാവിൻ്റെ കണ്ണുകളിൽ ആരാണോ നല്ല ഒരു പ്രജയായിട്ട് തോന്നുന്നത്, അങ്ങനെയുള്ളവർക്ക് തൻ്റെ തല നൽകുവാൻ പോലും രാജാവ് തയ്യാറാകുന്നു. സിർ ദേ സോ ലേ ജായ്. ഉസേ ले जाने के लिए सिर भी देने के लिए तैयार हो जाता है. राजा स्नेह के साथ ऐसी प्रजा से വ്യവഹാർ करते हैं. ഇങ്ങനെയുള്ള പ്രജകളോട് സ്നേഹത്തോടു കൂടിയാണ് പെരുമാറുന്നത്. രാജാ പ്രജാ കെ ലിയേ സബ് കുച്ച് ത്യാഗിനെ കെ ലിയേ തയ്യാർ ഹോ ജാത്തെ ഹെം. സ്നേഹത്തോടു കൂടി പെരുമാറുകയും തൻ്റെ മുഴുവൻ കാര്യങ്ങളും ത്യജിക്കുവാൻ വേണ്ടി തയ്യാറാവുകയും ചെയ്യുന്നു. ഇവിടെ ഇനി കബീർദാസ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? യഹാ കബീർദാസിനെ പ്രേം കെ മഹത്വ കെ ബാരെ മേ ബത്തായ ഹെ. സ്നേഹത്തിൻ്റെ മഹത്വത്തെയാണ് വർണ്ണിച്ചിരിക്കുന്നത്. മൻ കെ അനിർവചനീയ ഭാവുകോ ഊഞ്ചാ സ്ഥാൻ ദിയാ ഹെ. സ്നേഹം എന്ന മനസ്സിൻ്റെ അനിർവചനീയമായി, നമുക്ക് നിർവചിക്കാൻ പറ്റാത്തതായ ഈ ഭാവത്തെ ഏറ്റവും ഉയർന്ന സ്ഥാനമാണ് കബീർദാസ് നൽകിയിരിക്കുന്നത്. പ്രേമത്തിന് മഹത്വം നൽകിയിരിക്കുകയാണ് ഇവിടെ.